മുതിർന്ന മാധ്യമപ്രവർത്തകനായ MG രാധാകൃഷ്ണൻ സാറാണ് ABC മലയാളത്തിനോടൊപ്പം ചേർന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഒരുപാട് വിവാദങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായി. ഏറ്റവും അവസാനമുണ്ടായതും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ചുറ്റിപ്പറ്റി നിൽക്കുന്നതുമായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ കൂടുമാറ്റത്തെ ചൊല്ലിയുള്ള വിവാദമാണ്. സന്ദീപ് വാര്യരുടെ കൂടുമാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം ഈ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിൽ BJP ക്യാമ്പിൽ വല്ലാതെ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇറക്കിയുള്ള LDFിൻ്റെ പാലക്കാട്ടെ പ്രചാരണത്തിന് നിറം മങ്ങിപ്പോയി എന്നൊരു ആരോപണമുണ്ട്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് വലിയൊരു സർജിക്കൽ സ്ട്രൈക്കായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. എബിൻ വർക്കിയൊക്കെ പറഞ്ഞത് സാറ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടുന്ന് കൊട്ടത്തേങ്ങകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് നല്ല ഒരെണ്ണത്തിനെ നോക്കി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു എന്നാണ് എബിൻ വർക്കിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യർ പാണക്കാട് പോയി. പാണക്കാട് ശിഹാബ് അലി തങ്ങളെ കാണാനായിട്ട് പോയി. സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് UDFിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കാരണം പാലക്കാട് നഗരസഭ, അവിടുത്തെ പിരായിരി പഞ്ചായത്ത്, ഇവിടെയൊക്കെ 25% ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. ഈ 25% ഈ പിരായിരിയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത സാറിന് അറിയാമായിരിക്കും. കൃഷ്ണകുമാറിന് അവിടെ നല്ല ഹോൾഡുണ്ട്. 50% ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൃഷ്ണകുമാറിൻ്റെ പെട്ടിയിൽ വരുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് സന്ദീപ് വാര്യരെ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാനുള്ള പദ്ധതിയാണോ UDF കണക്ക് കൂട്ടുന്നത്? UDFിൻ്റെ ഈ തന്ത്രം എത്രത്തോളം വിജയിക്കും? സന്ദീപ് വാര്യർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ ഈ ഇലക്ഷൻ കാലം കഴിഞ്ഞതിന് ശേഷം? സന്ദീപ് വാര്യരുടെ ഈ അവസാന നിമിഷത്തെ ഒരു രാഷ്ട്രീയ മാറ്റം വാസ്തവത്തിൽ ഏറെക്കുറെ അപ്രതീക്ഷിതമാണ്. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കോ ഒക്കെ ആൾക്കാർ മാറി വരുന്നത് ചുരുക്കമാണ്. നമുക്ക് സാധാരണ ഏതാണ്ട് മതേതരപക്ഷം എന്ന് വിളിക്കാവുന്ന കക്ഷികൾ തമ്മിലുള്ള തമ്മിൽ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക്, ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ പാർട്ടികൾ തന്നെ അങ്ങനെ മാറുന്നത്. അപ്പോൾ വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു മൗലികമായ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണോ ഇത് എന്ന് നമുക്ക് സംശയിക്കാം. കാരണം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമൊക്കെ ഒരു പക്ഷേ ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ജനങ്ങളുടെയും കാലത്തിൻ്റെയും ഒരു സ്വഭാവം നമ്മുടെ ഈ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ, കാരണം പ്രത്യയശാസ്ത്രം എന്തായാലും എന്താ, രാഷ്ട്രീയം എന്തായാലും എന്താ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറുകണ്ഠം ചാടാം എന്നുള്ള ഒരു രീതി ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. MV രാഘവനും KR ഗൗരിയമ്മയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കളായിരുന്നവർ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായ കോൺഗ്രസ് പക്ഷത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എന്നുള്ളത് അധികമില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് അതിന് മുമ്പ് തന്നെ ആൾക്കാർ പോകുന്നുണ്ടാവും, അറിയാമല്ലോ നമുക്ക്, പത്മജയുടെ കാര്യവും അനിലിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പിന്നെ എത്രമാത്രം ഇത് ധനുഷ് ചോദിച്ച പോലെ എത്രമാത്രം ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ കൂടുതലും ഒരു ദൃശ്യതയുടെ തലത്തിൽ, അത് ഇംഗ്ലീഷിൽ ഈ രാഷ്ട്രീയത്തിൽ പറയുന്നത് ഓപ്റ്റിക്സിൻ്റെ ഒരു തലം, അതായത് കാഴ്ചയിലും ചർച്ചയിലും ഒക്കെ വലിയ വിഷയമാണ്. സന്ദീപ് വാര്യർ വരുന്നു, സന്ദീപ് വാര്യർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ മാറ്റം കുറിക്കാൻ ഈ സന്ദീപ് വാര്യരുടെ മാറ്റത്തിന് വഴിയുണ്ടാകും എന്നെനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. കാരണം സന്ദീപ് വാര്യർക്ക് അത്രയധികം സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു മാസ് ബേസ് ഉള്ള നേതാവാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ രൂപമില്ല. കാരണം അദ്ദേഹത്തെ ഒരു വക്താവായിട്ടും ടെലിവിഷൻ ചാനലുകളിൽ വരുന്ന ഒരാളായിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ടോ? BJPക്ക് അകത്തൊരു മാറ്റം കുറിക്കാനുള്ള ഒരു 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 ആൾ ശക്തി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള സംശയമാണ്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ, സന്ദീപ് വാര്യർ ഷൊർണൂർ മത്സരിച്ചതാണ്. അതെ, ഷൊർണൂർ മത്സരിച്ചപ്പോൾ സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നത് BJPക്ക് ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമേ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിലൊന്ന് ഷൊർണൂരാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം അവിടെയുള്ള 6 BJP കൗൺസിലർ, മുനിസിപ്പാലിറ്റി BJP ആണല്ലോ ഭരിക്കുന്നത്, 6 കൗൺസിലർമാർ സന്ദീപ് വാര്യരുടെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് രഹസ്യമായി
കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ്, മാധ്യമങ്ങൾ അത് ചോർത്തിയെടുത്തു. അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് RSSും BJPയും സംയുക്തമായി ഈ 6 പേരുമായിട്ടും ചർച്ച നടത്തി അവരെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ നിങ്ങൾ ചാടരുത്, ചാടിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണം പോകും, എങ്കിൽ സന്ദീപ് വാര്യർക്ക് നമ്മൾ കീഴ്പ്പെട്ടതുപോലെ ആയിപ്പോകും എന്നുള്ളൊരു സംസാരവും അവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയൊക്കെ ആൾക്കാർ പോകും, ചിലപ്പോൾ ഒരു കൗൺസിലർ ലെവലിലൊക്കെ ചിലപ്പോൾ പോകും. ഇത് അടിസ്ഥാനപരമായ സന്ദീപ് വാര്യരുടെ മാറ്റം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചേരി മാറുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളും രാഷ്ട്രീയമായ കാരണങ്ങളും ആദർശപരമായ കാരണങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്നലെ വരെ ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിരുന്ന ഒരു വ്യക്തി BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളോട് ചില ഭിന്നതകളുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. കെ സുരേന്ദ്രനോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതുകൊണ്ട് ഈ വ്യക്തിപരമായ ചില ബന്ധങ്ങൾ ഉള്ളത് കാരണം സന്ദീപ് വാര്യർക്ക് ഒരു പരിധി വരെ കുറച്ച് പേരെ ആകർഷിക്കാൻ കഴിഞ്ഞേക്കാം. ചിലപ്പോൾ കെ സുരേന്ദ്രനോടോ അല്ലെങ്കിൽ BJP ഈ കൃഷ്ണകുമാറിനോട് തന്നെയോ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഭാഗം ഉണ്ടാവും. ഇതൊക്കെ താരതമ്യേന വളരെ ചെറിയ ഒരു പങ്ക് മാത്രമേ വഹിക്കൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനപ്പുറത്ത് പാലക്കാടൻ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളെ മാറ്റിമറിക്കാനും പറ്റും. സന്ദീപ് വാര്യറിന് ഒരു മാറ്റം കൊണ്ട് മാത്രം കഴിയുമോ എന്നുള്ളതിന് സംശയമാണ്. നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഈ സന്ദീപ് വാര്യരുടെ മാറ്റം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഒരു പുതിയ മുഖമാണ്. ഷാഫിയാണ് പാലക്കാടിൻ്റെ ഒരു മകനായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളറിയാം, ഷാഫി പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ കണ്ണീര് പൊടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ BJPയിലേക്ക് വരികയാണെങ്കിൽ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ റൂട്ട് ഭയങ്കര ഡീപ്പാണ് പാലക്കാട് എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു അട്ടിമറി ജയം ഉണ്ടായാലും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന സംസാരങ്ങൾ പോലും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് പോയപ്പോൾ കൃഷ്ണകുമാറിന് ഒന്നും സംഭവിക്കില്ല, അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി അവിടെ നിൽക്കുകയാണ് എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇതിനൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ സാർ? അതായത് ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നിയാലോ, അതായത് സന്ദീപ് വാര്യർ ഒരു ചതിയനാണെന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിയാലോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഇതെല്ലാം ഒരു ചെറിയ ഘടകങ്ങളായി ഇതെല്ലാം പരസ്പരം ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇതൊന്നും ഒരു വലിയ തോതിലുള്ള മാറ്റം വരുത്താനുള്ള കാരണങ്ങളൊന്നുമില്ല. ഇപ്പം സന്ദീപ് വാര്യരെ ഒരു ചതിയനായിട്ടും മറ്റും കാണുന്നത് കടുത്ത BJPക്കാർക്കേ പറ്റുള്ളൂ. കാരണം BJPയുടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള BJPയുടെ തീവ്ര മൗലികവാദത്തിനോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം BJPയുടെ പക്ഷത്ത് സംശയരൂപത്തിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ആ വിഭാഗം ചിലപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാം. ഞാൻ പറഞ്ഞു, ഇതെല്ലാം ചെറിയ ഘടകങ്ങളാണ്. ഇതെല്ലാം പരസ്പരം ന്യൂട്രലൈസ് ചെയ്തു പോകും. അതായത് ഒന്ന് മറികടക്കുമ്പോഴേക്കും മറ്റൊന്ന് ഈ ഫലത്തിന്. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ നഗരത്തിലുള്ള സ്വാധീനം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൃഷ്ണകുമാറിൻ്റെ വ്യക്തിപരമായ സ്വാധീനം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ ശ്രീധരനെ പോലെയുള്ള ഒരു സർവാദരണീയനായ വ്യക്തി അവിടെ മത്സരിച്ചിട്ട് പോലും പരാജയപ്പെട്ടു പോയ അതാണ് നമ്മുടെ. അതുകൊണ്ട് BJPക്ക് അവിടെ ഒരു എളുപ്പമാണ് കാര്യങ്ങൾ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് കൃഷ്ണകുമാറിന് അദ്ദേഹം പലതവണ മത്സരിക്കുകയും തോക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്, അതിനെപ്പറ്റി ഒരു സംശയമില്ല. പാലക്കാട് കിട്ടാവുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അദ്ദേഹം. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ വിജയസാധ്യതയിലേക്ക് പോലും എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ ഒരു സംശയിക്കാനുള്ള കാരണം ഇടതുപക്ഷം വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തമായി അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ ഒരു പുതിയ സംഭവവികാസമാണ്. കാരണം മൂന്ന് തവണയായിട്ട് 3-ാം സ്ഥാനത്ത് പോയിരുന്ന CPM അവിടെ സരിൻ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് വാസ്തവത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധ്യതയില്ല എന്നാണ്. കാരണം പാർട്ടി ചിഹ്നം ഉള്ള ആളല്ല, കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇടതുപക്ഷം തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയും ഒരു വലിയ മത്സരത്തിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ശ്രമിക്കുകയും ചെയ്തു. കാരണം ഇതിൽ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വന്നാൽ മൂന്നാമതൊരു കക്ഷിക്കാണോ അതുകൊണ്ട് ഫലമുണ്ടാവുക? ജയിക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ 2-ാം സ്ഥാനത്ത് വരാനുള്ള ശ്രമമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ പോലും പ്രതീക്ഷിക്കാം. കാരണം ആദ്യം ഇടതുപക്ഷം വളരെ അതിശക്തമായി ഇപ്പോൾ ഷാഫിയുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം പോലും നമുക്കറിയാവുന്നതാണ്.
കാരണം ഇതൊരു BJPയുടെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക, വിജയം എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതിൻ്റെ ഭാഗം. ഒരുപക്ഷെ പാർട്ടി ഔദ്യോഗികമായി ഒന്നും തീരുമാനിച്ചില്ലെങ്കിലും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമെങ്കിലും ഷാഫിക്ക് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന വോട്ട് ചെയ്ത് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി താരതമ്യേന പ്രമോദായിരുന്നു. താരതമ്യേന ഒരു വലിയ നേതാവൊന്നുമല്ല, പക്ഷേ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു പുതുമുഖമായിരുന്നു. അതൊക്കെ കൊണ്ട് അവർക്ക് ആ വോട്ടുകളെല്ലാം കുറഞ്ഞു. ആ വോട്ടുകളെല്ലാം ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് തിരിച്ചിൽ കിട്ടിയേക്കാം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഭേദപ്പെട്ട പ്രകടനമായിരിക്കും ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. പക്ഷേ ഇത് അൾട്ടിമേറ്റായിട്ട് ഇത് ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? ഈ ത്രികോണ മത്സരം പലപ്പോഴും വരുന്നത് അപ്രതീക്ഷിതമായി ചിലപ്പോൾ മറ്റൊരാളെ ആയിരിക്കും സഹായിക്കുന്നത്. അത് BJPയെ സഹായിക്കുമോ എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ കണ്ടറിയേണ്ട ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഏറ്റവും ഒരു ശ്രദ്ധേയമായിരിക്കും സംഭവവികാസം. ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി UDFനോടൊപ്പം ഏതാണ്ട് അടുത്ത് വരുന്ന രീതിയിൽ വരികയുള്ളൂ. അതുപോലെ ഷാഫിയുടെ സ്വാധീനം അവർക്കില്ല, പിന്നെ രാഹുലിനില്ല എന്നുള്ള സംശയമില്ല. ഷാഫിക്ക് അനുകൂലമായിരുന്ന ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഇത്തവണ രാഹുലിന് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു സംശയമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് ആത്യന്തികമായി ഇത് ആരെ സഹായിക്കും? BJPയെ പോലും സഹായിച്ചുകൂടെ എന്നുള്ള സംശയം എനിക്കുണ്ട്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.